മൂന്നാറുള്ള ഒരു അടിപൊളി റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ പേര് വരുന്നത് മൂന്നാർ പാലസ്. ഇത് നമ്മുടെ ആനച്ചാലുണ്ടല്ലോ, ആനച്ചാലിൽ നിന്ന് മൂന്നാർ പോണ വഴി, ഡയറക്റ്റ് മൂന്നാർ പോണ വഴിയല്ല, ആനച്ചാലിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു പോകുന്ന വഴിയാണ്. ആ വഴി പോകുമ്പോൾ ചിത്തിരപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ അടുത്താണ് ഇത് വരുന്നത്. ഇത് എന്താ പറയുക, ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് റിസപ്ഷൻ വരുന്നത്. അതായത് ഒരു 12 നിലയിൻ്റെ അതിലൊരു 6ാമത്തെ നില ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ റിസപ്ഷൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും താഴത്തേക്കും ഇതേമാതിരി വണ്ടികൾ പോകും. ഒരു 10-100 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത്യാവശ്യം റൂമും ഉണ്ട്. ഏകദേശം ഒരു 12 നിലയിലൊക്കെ ആയിട്ട് ഒരു 10-200 റൂമുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല മലകളുടെ ഇടയിലായിട്ട് നല്ലൊരു റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്ലാറ്റ് പോലെ. കണ്ടമാനം റൂംസ് ഉണ്ട്, ലക്ഷറി റൂംസാണ്. നല്ല പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ എത്തുമ്പോൾ കാണാം. നല്ല ഇതൊരു സ്വിമ്മിംഗ് പൂള്, അതിൽ 3 പേര് അവിടെ കളിക്കുന്നുണ്ട്, പന്ത് കളിക്കുന്നുണ്ട്. നല്ലൊരു സ്വിമ്മിംഗ് പൂള്. ഈ തണവത്ത് എങ്ങനെയാണ് അതുപോലെ ഇവർ കളിക്കുന്നത്? ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണില്ല, തന്നെ നിൽക്കാൻ പറ്റണില്ല, സെക്ടർ ഇടാണ്ട്. ആ സമയത്ത് ഇവരെങ്ങനെ ഈ വെള്ളത്തിൽ കളിക്കാനെന്ന് മനസ്സിലാവാത്ത. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. വലിയ ടീമാണെന്ന് തോന്നുന്നുണ്ട്, എല്ലാവരും ഒരേപോലത്തെ ജേഴ്സി ഇട്ടിട്ട് കളിക്കണം. അപ്പോൾ ആരെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ റിസോർട്ട് ചിത്തിരപുരത്താണ്, ആനച്ചാലിൽ നിന്ന് ചിത്തിരപുരം, അവിടെ അടുത്ത് തന്നെ. ഇവിടെ നിന്ന് മൂന്നാർക്ക് ആകെ 5 മിനിറ്റ് യാത്രയുള്ളൂ കേട്ടോ. ആകെ ഒരു 4 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ മൂന്നാർ ടൗണിലേക്ക്. ഡയറക്റ്റ് മൂന്നാർ പോകുന്ന വഴിയല്ല ഇത്, ആനച്ചാലിൽ നിന്ന് റൈറ്റ് കയറി പോണ വഴിയാണ്. ആ വഴിക്ക് മൂന്നാർക്ക് പോവാം. നല്ല കോടയും നല്ല ആംബിയൻസ് ആയിരുന്നു. മരവിച്ച് കയ്യും കാലൊക്കെ മരവിച്ചാകെ ഇതായി, അത്രയും കോടയായിരുന്നു. ചെടികളിലൊക്കെ ഐസ് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, ഓക്കേ.